ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയെ പൊക്കി എടുത്ത് കൊണ്ടുവരുവാണ്. ശ്രുതി വീടിൻ്റെ അകത്ത് കൊണ്ട് നിർത്തിയപ്പോഴേക്കും അമ്മ പറന്നു വന്നു. അയ്യോ എന്തു പറ്റി, മോളെ എടുത്തോണ്ട് എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലമ്മേ, ഇറങ്ങിയപ്പോൾ കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അതാ. അയ്യോ എന്തു പറ്റി മോളെ, കാല് നോക്കട്ടെ. അയ്യോ കുഴപ്പമൊന്നുമില്ല ആൻറ്റി, ഞാൻ ആകെ ടയേർഡാ, പാർലറിൽ നിന്ന് കാല് വേദനിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ മോൻ എന്നെ എടുത്തുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ പറയാം. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോഴേ എനിക്ക് സന്തോഷമായി മക്കളെ എന്നും പറഞ്ഞ അമ്മ. എന്നും ഇങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ എന്നൊക്കെ പറയുന്നു. അയ്യോ എന്തൊരു സന്തോഷമാണോ മതി. വേറെ ഏതെങ്കിലും അമ്മായിമ്മമാരായിരുന്നെങ്കിൽ എന്താ ഈ കാണിക്കുന്നേ, ആളുകൾ കണ്ടാൽ എന്തു പറയും, നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെയാവും പറയുക എന്ന് ശ്രുതി. ഈ അമ്മ വേറെയാണെന്നൊക്കെ പറയുമ്പോൾ ഈ എന്തൊരു സന്തോഷമാണോ മതി. നിന്നെ അവൻ എടുത്തോണ്ട് വന്നതിനേക്കാൾ സന്തോഷം ആൻറ്റിയുടെ മകൻ എന്ന് നീ പറഞ്ഞില്ലേ, അതാണെന്ന് പറഞ്ഞു. അതിനെന്തിനാ ഇത്ര സന്തോഷം? അല്ല, ഭർത്താവ് സ്വന്തം കൈകളിൽ തന്നെ വേണം. അവൻ്റെ അമ്മയെ കാണരുത്, മിണ്ടരുത്, സ്നേഹിക്കരുത്. എനിക്കറിയാവുന്ന പല പെൺപിള്ളേരുടെയും മനസ്സിലിരിപ്പേ ഇതൊക്കെയാ. അവരങ്ങനെ പറഞ്ഞും കൊടുക്കും. പക്ഷേ മോൾ അങ്ങനെയല്ല. അത് ആൻറ്റിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതിന് പകരം ആൻറ്റിയുടെ മകൻ എന്ന് പറഞ്ഞു. ഇങ്ങനെയൊരു മരുമകളെ കിട്ടിയതേ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാനാണെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും എൻ്റെ മോൾ ഇവിടെ വന്നിരിക്കും. നല്ല ബദാം പൗഡറും കുങ്കുമപ്പൂവും ഒക്കെ ഇട്ട പാല് കൊണ്ടുവരാൻ കേട്ടോ. കുടിച്ചാലേ എൻ്റെ മോളുടെ ക്ഷീണമൊക്കെ പമ്പ കിടക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പാലെടുക്കാൻ പോണു. രണ്ടുപേരും കൂടി ഇരിക്കുക കേട്ടോ എന്നും പറഞ്ഞു. അപ്പോൾ ശ്രുതി നീ ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചിരുത്തുന്നു. എന്നിട്ട് പാലെടുക്കാൻ പോകുന്നു. ആ സമയത്ത് കണ്ടോ എൻ്റെ അമ്മയുടെ സ്നേഹം നീ കണ്ടോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്നേഹമുള്ള അമ്മമാരെന്ന് ശ്രുതി പറയണു. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതിയെ തലോടിയും ഇങ്ങനെ ഒക്കെ ആ ഒരു ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ശ്രുതി. ദേ അടങ്ങിയിരുന്നോളണം കേട്ടോ, ഒരാട്ടി ഞാൻ വെച്ച് തരുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയാം. എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിയും കളിയായിട്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ എൻ്റെ പൊന്നുമോൻ ഇപ്പോൾ സമ്മാനമൊന്നും മേടിക്കേണ്ട, സമയമാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയണം. രണ്ടുപേരും കൂടി കയ്യും കോർത്ത് ചിരിച്ച് കളിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചന്ദ്രമതി അടുക്കളയിലേക്ക് ചെന്നു. എന്നിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പരതി നോക്കുക. അപ്പോൾ രേവതി അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. എടി ഇവിടെ വെച്ച ഫ്ലാസ്ക് എന്ത് എടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഏത് ഫ്ലാസ്ക് അമ്മയെന്ന് ചോദിച്ചപ്പോൾ പാലൊഴിച്ച് വെച്ച ഫ്ലാസ്ക്. എന്താ അതെടുത്തങ്ങ് നീ കുടിച്ചോന്ന് ചോദിച്ചു. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക കേട്ടോ. കള്ളിപ്പൂച്ചയാണല്ലോ, എടുത്ത് കുടിച്ച് കാണുമെന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു. ഈ മുഖത്തിരിക്കുന്നത് കണ്ണാണോ അത് ഗോലിയാണോ എന്ന് ചോദിച്ചു. എടീ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം മേടിച്ച് നോക്ക്, ഫ്ലാസ്ക് ദേ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി തള്ളക്കെട്ടുള്ളതങ്ങ് കൊടുത്തു. ആ സമയം തള്ള എന്നിട്ട് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഗ്ലാസ് എടുക്കുന്നു, പാലൊഴിക്കുന്നു. അപ്പോൾ എനിക്ക് പാൽ കുടിക്കുന്ന ശീലമൊന്നുമില്ല, എനിക്ക് നിങ്ങളുടെ പാലെടുത്ത് കുടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടത് ഭക്ഷണം ഉണ്ടാക്കടി. ശ്രുതിയും വന്നിട്ടുണ്ട്, അവർ ഫ്രഷ് ആകുമ്പോഴേക്കും ഭക്ഷണം റെഡി ആയിരിക്കണം, വിശക്കുന്നുണ്ടാവും അവർക്ക് എന്ന് പറഞ്ഞിട്ട് പാലും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോകുക. പാലും എടുത്ത് അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതിക്കാണ് ദേഷ്യം വരുന്നുണ്ട്. രേവതി ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അവിടെ കൊഞ്ചിയും കുഴഞ്ഞും ഇരിക്കുമായിരുന്നു രണ്ടുപേരും. അപ്പോഴേക്കും അമ്മ പാലുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു. പാല് കുടിക്കാൻ പറഞ്ഞു മോളെ, പാല് കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ അല്ല ആൻറ്റി ശ്രുതിക്കോ, നീ കുടിക്കുക, അവന് രാത്രി പാലൊന്നും കുടിക്കുന്ന ശീലമില്ല, കോഫിയാ കുടിക്കാറ് എന്ന് പറഞ്ഞ് ആൻറ്റിക്ക് കൊടുക്കുമ്പം ആൻറ്റി ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ട് കുടിക്കാട്ടോ എന്നും പറഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്യാൻ പോകുമ്പോൾ മോളെ ഒരു മിനിറ്റേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയെ പിടിച്ച് നിർത്തി. എന്നിട്ട് മോനെ നീ എഴുന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി വന്നാലേ രണ്ടുപേരും ദൃഷ്ടിദോഷം മാറ്റണമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് വന്നു. അപ്പോൾ അതെന്തിനാ ആൻറ്റി എന്ന് ചോദിച്ചു ഈ ശ്രുതി. നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയുന്നു. അപ്പോൾ രേവതിയെ ഈ ചന്ദ്രമതി കണ്ടു. നിന്റെ ഭർത്താവ് നിന്നെ നന്നായി നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴേ ചിലരുടെ കണ്ണിൽ കുത്തൽ വരും, അത് നിങ്ങൾ കേൾക്കാതിരിക്കാനാ, കണ്ണുകൊള്ളും എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെക്കുറിച്ച് പറയുമ്പോഴേക്കും നമ്മുടെ സച്ചി ദേ എന്നെ പിടിച്ച് തള്ളലേടാന്ന് പറഞ്ഞു വന്നതേ അങ്ങോട്ട് വീണു കേട്ടോ. അങ്ങനെ സച്ചി വീണപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുക. സച്ചി എന്നിട്ട് ആരാടാ എന്നെ ഉന്തിയിട്ട്, എടാ ധൈര്യം ഉണ്ടെങ്കിൽ മുറിയിൽ വാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുക. അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഇത് കണ്ട് കയ്യിൽ നിന്ന് പോയി. രേവതി ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക. അപ്പോഴേക്കും ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. ആരും ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി എന്ന് വീഴാനൊക്കെ തുടങ്ങുന്നേ. അപ്പോൾ സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നതാണ്. ഇപ്പോൾ രേവതിക്ക് ആകെ വിഷമം മൊത്തം. അപ്പോൾ നിങ്ങൾ എന്തീ കാണിക്കുന്നത്, നിങ്ങളിങ്ങോട്ട് വാന്നും പറഞ്ഞുകൊണ്ട് രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെന്നു. തുടരെ തന്നെ വിട എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് കയറി ചെല്ലും. അതും ഇവർ മൂന്നുപേരും നിൽക്കുന്നിടത്തേക്ക്. അമ്മേ കണ്ടില്ലേ അമ്മേ, 4 കാലിലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ശ്രുതി പറയുമ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇങ്ങനെ, കുറച്ച് നാൾ ഈ കൂത്തില്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോൾ നിൽക്കാൻ പോലും പറ്റുന്നില്ല അവനെന്ന് ശ്രുതി പറയാം. അവൻ അങ്ങനെയാണ് ശ്രുതി, അവൻ്റെ ക്യാരക്ടർ നിനക്ക് മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ശ്രുതി അങ്ങ് ചെല്ലുന്നു.
അപ്പോൾ നമ്മുടെ രേവതി തൊട്ടരികിൽ ഇരിപ്പുണ്ട്. കാറിനകത്തിരുന്ന് എന്താണേ കാണിക്കുന്നത്, ഇറങ്ങടാ താഴെ ഇറങ്ങടാ എന്നൊക്കെ പറഞ്ഞ് നവീനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വീട്ടിലാണ് ഉള്ളത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു. അപ്പോഴേക്കും ഓ അതാണ് സ്റ്റിയറിങ് കാണാത്തല്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വെളിവില്ലാതെ സംസാരിക്കുക സച്ചി. ഇത് വീടാണല്ലേ എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ ഇത് കുറേ കാലം നിർത്തിയതാണല്ലോ, പിന്നെ ഇതിനെ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്നൊക്കെ ചോദിച്ചു രേവതി. എന്നിട്ട് രേവതി തൊട്ടപ്പം എന്നെ തൊട്ടുപോകരുത്, നീ തൊടരുത്, എന്നെ തുടരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി പറയുക. നീ കാരണമാണ് ഞാൻ കുടിച്ചതെന്നൊക്കെ പറയുന്നു, നീ കാരണമാണ് ഞാൻ കുടിച്ചതെന്നും പറഞ്ഞ് പിന്നെയും കാലിൽ നിൽക്കാൻ മേലാതെ ഇങ്ങനെ കാണിക്കാം. അന്ന് നീ ആ സത്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ ഗജാനന്ദൻ്റെ തലയടിച്ച് പൊട്ടിച്ചേനെ. പക്ഷെ നീ എന്നോട് പറഞ്ഞില്ലല്ലോ, മോർച്ച വെച്ചില്ലേന്ന് ചോദിച്ചോണ്ട് സച്ചി. മോർച്ച വെച്ചില്ലേന്ന് ചോദിച്ച് രേവതിയുടെ മെക്കിട്ട് കയറുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയാതിരുന്നതെന്ന്, പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ജയിലിൽ പോയേനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നീ മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് സച്ചി. നീ കാരണമാ ഞാൻ നീ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയാം. എന്നിട്ട് നീ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ മുന്നിലും ഞാൻ ചെറുതായി, കാറ് പുറത്തിറക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചി തൻ്റെ വേദനകൾ ഇങ്ങനെ പിച്ചും പേയുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഫിനാൻഷ്യറെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ അയാൾ എന്നോട് പറയാം നിൻ്റെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് ചെല്ലാൻ, ഭാര്യയുടെ ആഭരണം കൊണ്ട് ചെല്ലാൻ. അയാൾക്ക് മുന്നിലേ ഞാൻ ചെറുതായിപ്പോയി, അതിനൊക്കെ കാരണം നീയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എടാ സച്ചി, ഈ വീട്ടിൽ നീ നിൻ്റെ ഭാര്യ മാത്രമല്ല താമസിക്കുന്നത്, വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് ശ്രുതി ചെല്ലുന്നു. കുറച്ചെങ്കിലും ഡീസൻസി കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ആര് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴേക്കും വീഴാൻ പോവാട്ടോ. വീഴാൻ ചെന്നപ്പം നീയാണോടാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്, അപ്പം നീ കുടി നിർത്തിയില്ലല്ലേ എന്ന് ശ്രുതി ചോദിച്ചു. ഇല്ലടാ, നീ നല്ലവനായിട്ട് അഭിനയിക്കുന്നത് നിർത്തിയില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വെളിവില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയോട് പറയുമ്പോൾ നിനക്ക് വെളിവുണ്ടോടാ സോഡാ കുപ്പി, വെളിവുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആവൂടാന്നൊക്കെ ചോദിച്ചു സച്ചി. എടാ എല്ലാം നീ കാരണം തുടങ്ങി വെച്ചത്, നിൻ്റെ തലമുട അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി തല്ലാനൊക്കെ ആയിട്ട് ഓങ്ങുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി മാറിക്കൊടുക്കുന്നു, സച്ചി എന്ന് വീഴാൻ തുടങ്ങുന്നു. അപ്പോൾ രേവതി ഇങ്ങനെ ആകതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ചന്ദ്രമതി എന്നിട്ട് കുടിച്ചാലേ വയറ്റി കിടക്കണം, മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുകയല്ല വേണ്ടെന്ന് പറഞ്ഞപ്പം മെക്കിട്ട് കയറി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതിയുടെ തലമണ്ടക്കിട്ട് കൊടുത്തു നമ്മുടെ സച്ചി. ഇവനെ എന്തൊരു നാറ്റുവാ, പിടിച്ചോണ്ട് പോയല്ലോ തോട്ടിലെ പുഴയിലെ മുക്കാൻ പറഞ്ഞു ചന്ദ്രമതിയെ. നാറ്റം എന്നാലേ നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ നാറ്റം മദ്യത്തിനില്ല. പിന്നെ പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി മുക്കേണ്ടത് അവനെയാണ്, ആ നിൽക്കുന്നവനെ. ചെയ്തു കൂട്ടിയ പാപം എത്ര മുങ്ങിക്കുളിച്ചാലും പോവില്ല, എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാനൊക്കെ പറഞ്ഞു. കഴുകിക്കളയാനേ പറ്റുമോന്ന്. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. ചന്ദ്രമതിക്ക് ടെൻഷനായി, കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയോന്ന് ഓർത്തിട്ട്. ഇടാ ഇവിടെ നോക്കടാ സൊടക്കുപ്പി, നീ ഇവിടെ നോക്കടാ, അന്ന് നീ ഓടിപ്പോയില്ലായിരുന്നെങ്കിലെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മയുടെയും മോൻ്റെയും ഞൊട്ടല് അവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുക കേട്ടോ. അന്ന് നീ ഓടിപ്പോയില്ലായിരുന്നെങ്കിൽ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വീണ്ടും പറയുന്നു. അപ്പോഴേക്കും സച്ചിക്ക് എക്കിള് വന്നിട്ട് പറയാൻ പറ്റുന്നില്ല. തൽക്കാലം അമ്മയും മോന് രക്ഷപ്പെട്ടു. അപ്പോൾ ശ്രുതി അറിഞ്ഞാൽ ഞെട്ടിയല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി കിടന്ന് വല്ലാണ്ടാവുക. അപ്പോൾ പോയില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ പറയാൻ തുടങ്ങുന്നു. അപ്പോഴത്തേക്കും ചന്ദ്രമതി വേഗം വിഷയം മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ആ സമയത്താണ് അവിടെ പാലായിട്ട് ഇരിക്കുന്നത് കണ്ടത്. നമ്മുടെ സച്ചി ഇങ്ങനെ എടുത്ത് നോക്കി, ഇതെന്താ വെള്ളപ്പച്ചവെള്ളോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അതിനകത്തിട്ട് കൈയിട്ട് കലക്കി അത് മുഴുവനോടെ അങ്ങ് കുടിച്ചു. അതൊക്കെ കണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ മനസ്സ് തകർന്ന് നിൽക്കുക കേട്ടോ. ആ പാല് മുഴുവനോടെ എടുത്ത് നമ്മുടെ സച്ചി അങ്ങ് കുടിച്ചു. ശ്രുതിക്ക് കലക്കി വെച്ചിരുന്നതായിരുന്നു. അപ്പോൾ അത് ശ്രുതിക്ക് വെച്ച പാലാണെന്ന് ചന്ദ്രമതി പറഞ്ഞ് ചെല്ലുന്നു. നാണം കെട്ടണം, കുടിച്ച് തീർത്തല്ലേന്ന് ചോദിച്ചു. അല്ല, ആർക്കെടുത്ത് വെച്ച പാലെന്നാ പറഞ്ഞത്? അപ്പോൾ ശ്രുതിക്ക് എൻ്റെ വൈഫിനാണെന്ന് ശ്രുതി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുക. ഇവക്കെടുത്ത് വെച്ച പാലോ, എന്നാ അവരുടെ പേരെഴുതി വെക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കുക, അല്ലാതെ നിൻ്റെ ഭാര്യ പോലെ സദാസമയം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവളല്ല എന്നിങ്ങനെ പറയുമ്പോൾ ബദാം പൗഡറും കുങ്കുമപ്പൂവും ഒക്കെ ഇട്ട പാലാ നീ കുടിച്ചതെന്നൊക്കെ പറഞ്ഞു. ചെമ്പരത്തിപ്പൂവും മല്ലികപ്പൂവും കൂടി ഇട്ട് കൊടുക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അമ്മ എന്തൊക്കെ ഇവനീ പറയുന്നേ, ശ്രുതി ഇവിടെ ഉണ്ടെന്നുള്ള ബോധം പോലും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു ശ്രുതി ഉണ്ടായാൽ എന്താ ഈ മേക്കപ്പ് ഏട്ടത്ത് ഇവിടെ ഉണ്ടായാലും എന്താടാ പ്രശ്നം എന്ന് സച്ചി ചോദിച്ചു. എന്തൊരു കഷ്ടം ഇത്, എന്താടി നീ നോക്കി നിൽക്കുന്ന, പിടിച്ചിവനെ മുറി കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ രേവതി തൊടാൻ നിന്നപ്പോൾ എന്നെ തൊട്ടുപോകരുത്, എന്നെ തൊടരുത് തന്നെ എന്ന് പറഞ്ഞു. എന്നോട് മറച്ചു വെച്ചില്ലേ, നീ എന്നെ മണ്ടനാക്കിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ സമാധാനം മൊത്തം നീ കളഞ്ഞില്ലേ, അപ്പം എന്തിനാ മറച്ചു വെച്ചതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, വാ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം എന്നെ തുടരുന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതേ നമ്മുടെ രേവതിയെ പിടിച്ചൊരൊറ്റ തള്ളുന്നു. ആ തള്ളിൽ രേവതി ചെന്ന് വീഴുന്നത് കണ്ടുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ ഓടി കയറി വരുന്നത്. സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഓടി വന്നു. അച്ഛൻ്റെ മുന്നിൽ രേവതി ഇങ്ങനെ വീണ് കിടക്കുക. രേവതിക്കാണെന്നുണ്ടെങ്കിൽ അത്
താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. രേവതി ഇങ്ങനെ തല കുനിച്ച് പിന്നെ തല നിവർത്തിയിട്ടില്ല നമ്മുടെ രേവതി. സങ്കടം കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും സച്ചിക്ക് ഇന്ന് സുഖ വഴിയാ. പക്ഷേ അച്ഛനിത് കണ്ടിട്ട് താങ്ങുന്നില്ല. അപ്പം അച്ഛൻ ഇന്ന് നേരത്തെ വന്നോ? അപ്പം നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അച്ഛൻ മോനോട്. കുടിച്ചിട്ടുണ്ട്. ദേ ബദാമും കുങ്കുമപ്പൂവും പാലും കൂടെ കലക്കിയത് കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ, അല്ല നീ മദ്യപിച്ചിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴത്തേക്കും ചന്ദ്രമതി തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. കണ്ടാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? എന്തിനാ നിങ്ങളിത് ചോദിക്കാൻ നിൽക്കുന്നേ? അയലിട്ട തുണി കാറ്റിൽ ആടുന്നത് പോലെ ആടുന്നത് കണ്ടില്ലേ? നാറിട്ടുള്ള നിൽക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോൾ, നാറിയിട്ട് നിൽക്കാൻ വയ്യെങ്കിൽ ഇരുന്നൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയുടെ ദേഹത്തേക്ക് ചെന്നപ്പോഴേക്കും അമ്മ പിടിച്ച് സച്ചിയെ പിടിച്ചൊരു തള്ള്. അങ്ങനെ സച്ചി എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ വല്ലാതെ നിൽക്കുക. ആ സമയത്ത് ഇതെന്താ അച്ഛാ ഇതിനു മുമ്പ് ഞാൻ സച്ചി ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്ന് ശ്രുതി പറയുമ്പോൾ, കുറച്ച് നാൾ മുൻപ് വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, കുടിക്കുന്നതിലാ അവൻ ഡിഗ്രി എടുത്തിരിക്കുന്നതെന്ന് ശ്രുതി പറഞ്ഞപ്പം ഡാ 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 നിർത്തടാ, നീ നിർത്താൻ പറഞ്ഞു സച്ചി ശ്രുതിയോട്. എന്നിട്ട് നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. എന്താണ് നീ പറഞ്ഞത്? നിന്നെ അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് ചെല്ലുന്നു. അങ്ങനെ തല്ലാനായിട്ട് ശ്രമിക്കുവാണ്. അപ്പോഴേക്കും ഇവൻ മാറിക്കൊടുത്തു. ഞാൻ എൻ്റെ കാശിനാടാ കുടിക്കുന്നത്, പൗഡർ എടത്തി അല്ല അതെ പൗഡർ എടത്തി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാം. നിങ്ങൾക്ക് ഇവനെക്കുറിച്ച് എന്തറിയാം? എന്തെങ്കിലും അറിയോ? പഠിച്ചു വീട് മുടിച്ചു എന്നുള്ളതല്ലാതെ ഇവനെ കൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു സച്ചി. അപ്പോഴേക്കും ഇവന് പേടിയായി. ഇത്രയും കാലം കുറ്റിയടിച്ചതുപോലെ വീട്ടിലിരുന്നു. 10 രൂപ, ഒരു 10 രൂപ പോലും ഇവൻ ഇന്ന് വരെ വീട്ടിലേക്ക് കൊടുത്തിട്ടില്ല. ഞാനാ കൊടുക്കുന്നേ, പണിയെടുത്ത് വളയും പിടിച്ച് ഞാനാ കൊടുക്കുന്നേ. നിങ്ങൾക്കറിയോ, ഒരു മല തന്നെ എൻ്റെ തലയിലുണ്ട്. ഈ വീട്ടു ചെലവെല്ലാം ചെയ്തതേ ഞാനാ എന്നൊക്കെ പറഞ്ഞപ്പം ശ്രുതി ഇവൻ പറയുന്നൊന്നും വിശ്വസിക്കരുത് കേട്ടോ, ഇവൻ കുടിച്ചിട്ട് വന്ന് അതും ഇതൊക്കെ പറയുകയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതി ഈ വീട്ടിൽ കാശ് തന്നിട്ടുണ്ടെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോൾ, പിന്നെ ഈ വീട്ടിൽ കളച്ച് മറിച്ചിട്ടുണ്ട് ഇവൻ. പൗഡർ ഇടത്തി ഞാൻ പറഞ്ഞില്ലേ, ദേ 1 രൂപ 1 രൂപ പോലും കൊടുത്തിട്ടില്ല ഇവൻ. എടാ ഇവൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും ചന്ദ്രമതി തടയാൻ നോക്കി. അപ്പം എന്താ അപ്പം നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് ചോദിച്ചു സച്ചിയെ. ഈ ഷർട്ട് പോലും ഇവൻ്റെ കാശിന് വാങ്ങിയതൊന്നും അല്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് വിളമ്പാൻ തുടങ്ങി. അപ്പോൾ നിൻ്റെ അതിയുടെ കുടിയാ എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രമതി പറഞ്ഞപ്പോൾ, ഞാൻ കുടിയാനല്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക. അപ്പോഴേക്കും അച്ഛൻ ചെന്നിട്ട്, എടാ സച്ചി എന്താണ് ഇതൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം അച്ഛാ ഞാൻ കുടിയാനൊന്നും അല്ല അച്ഛാ, കുടിച്ചിട്ട് വന്നു പറഞ്ഞോട്ടെ, റൈറ്റ്, പക്ഷേ ഞാൻ കുടിയനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ അതിൻ്റെ വിഷമങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നതിൻ്റെ അവസ്ഥകളൊക്കെ അങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വീണ്ടും പൗഡർ ഇടത്തിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുക. ഇവൻ ചെയ്ത ചതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചപ്പം ശ്രുതി അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ശല്യം, മോൾ ഇവനെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു വിട്ടു. അയ്യോ പോകല്ലേ, എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി വലിയ ആൾ കളിച്ചപ്പോൾ, മിണ്ടാതിരിക്കടി നീ, വായടച്ച് അകത്ത് കയറടി എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ്റെ ചന്ദ്രമതിയോട് ചൂടായി. എൻ്റെ വായടപ്പിക്കാൻ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ, ഇവൻ കാണിച്ചു കൂട്ടുന്നതൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണില്ലല്ലോ എന്ന് പറയുമ്പോൾ, പറ്റിയ ഒന്നിനെ കെട്ടിക്കൊണ്ട് വരികയും ചെയ്തല്ലോ എന്നും പറഞ്ഞു. രണ്ടിനെയും കൊണ്ട് മാന്യമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായെന്ന് പറഞ്ഞപ്പോൾ, നിന്നോട് കയറി പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ദേഷ്യപ്പെട്ടിട്ട് ചന്ദ്രമതി അകത്തേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം അച്ഛൻ മോനെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക. അപ്പോൾ എല്ലാം പോയതൊക്കെ ശ്രുതിയും സച്ചിയും ഇങ്ങനെ രേവതിയുടെ മുന്നിൽ പറയാം, ഇവൾ ഒറ്റ ഒരുത്തി ഇതിനൊക്കെ കാരണം, എന്നിട്ട് ഇവള് ജോളിയായിട്ട് ഇരിക്കുക അച്ഛാ, ഇവള് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി പറയാം, ഇവളാ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നീ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങനെ പറഞ്ഞു വിടുന്നു. സച്ചി അങ്ങ് കയറി പോകുന്നു. അപ്പോഴേക്ക് രേവതി നിന്ന് കരയോ. അച്ഛൻ എന്നിട്ട് രേവതിയുടെ നേരെ ചെന്നു. രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. മോള് വിഷമിക്കരുതെന്ന് അച്ഛൻ പറയൂ. അന്നേരം ഇവൻ ഞാൻ നാളെ അവനോട് സംസാരിച്ചോളാവെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നാൾ അത്രമാത്രം സ്നേഹത്തിലും സന്തോഷത്തിലുമായിരുന്നു ഞങ്ങൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലെല്ലാം തീർന്നു. തുടങ്ങിയെടുത്ത് തന്നെ എല്ലാം വന്നെത്തിയെന്നും പറഞ്ഞ് രേവതി തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ അച്ഛൻ ഇങ്ങനെ വേദനിച്ചിങ്ങനെ നിൽക്കുന്നു. റൂമിൽ ചെന്ന് നമ്മുടെ രേവതി അതിനേക്കാളും വേദനയോടെ നിൽക്കുന്നു. ഈ സമയത്ത് സച്ചി ഇങ്ങനെ കട്ടിലേൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. എന്തായാലും ശ്രുതിക്കും ചന്ദ്രമതിക്കും കൊടുക്കാനുള്ളത് വയറ് നിറയെ കൊടുത്തിട്ടാണ് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയത്. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ശ്രുതിക്ക് പുതിയൊരു പേര് വിട്ടു നമ്മുടെ സച്ചി. അങ്ങനെ ഇതെല്ലാം കണ്ടും കേട്ടും പേടിച്ച് വിറച്ച് നിൽക്കുന്ന എല്ലാത്തിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കഥകളും കഥാവിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.